ഇത് ഞാൻ പറയുന്നതിന്റെ പോയിന്റ്, വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി CPM കള്ളം പറയുന്നത് മനസ്സിലാക്കാം. സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ഒരു ധനമന്ത്രിയെ കൊണ്ട് CPM കള്ളം പറയിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആ പറച്ചിലുള്ള സംസാരത്തിലുള്ള ലിമിറ്റേഷൻസ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ GST വിഷയത്തിൽ ഇത് വരുന്നതോടുകൂടി, അതായത് വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നത് വരുന്നതോടുകൂടി ഈ 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ല എന്നും ഇത് അങ്ങനത്തെ ഒരു സേവനമായിരുന്നില്ല എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ വിഷയം അപഗ്രഥിച്ച് മാധ്യമങ്ങളടക്കം ഇത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ട്, ഞാൻ രണ്ടാമത്തെ പാർട്ടോട് കഴിഞ്ഞിട്ടാവാം. ഒരു പാർട്ടോടെ ഉണ്ട്, ലാസ്റ്റ് പെട്ടെന്ന് തരും. വിവരാവകാശ രേഖ ബാംഗ്ലൂർ കമ്മീഷണറേറ്റ്, ഓഫീസ് ഓഫ് ദ അസിസ്റ്റന്റ് കമ്മീഷണർ സെൻട്രൽ ടാക്സ്, ബാംഗ്ലൂർ കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്ലൈ ആണ് അവർക്ക് ഈ രജിസ്ട്രേഷൻ GST പോർട്ടലിൽ കാണുന്നില്ല എന്നുള്ളത്. നമ്പർ 1. നമ്പർ 2, ഇതിനുശേഷം ഞാൻ നിയമ പോരാട്ടവുമായിട്ട് മുമ്പോട്ട് പോയി. അതിന്റെ ഭാഗമായി വിജിലൻസിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുക്കുന്നു. വിജിലൻസിന്റെ മുമ്പിലെ പരാതി കൊടുത്തിട്ട് ഇതിൽ ഈ പണമിടപാടടക്കം പരിശോധിക്കണമെന്നും ഇത് അഴിമതിയാണ് എന്നും അഴിമതിയിൽ അന്വേഷണം വേണമെന്നും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജിലൻസിന് കൊടുക്കുകയും വിജിലൻസ് ആവശ്യം തള്ളുകയും ആ തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിജിലൻസ് കോടതിയിൽ പോവുകയും ചെയ്തു. വിജിലൻസ് കോടതി എന്റെ ഹർജി തള്ളിയത് ഇത് അന്വേഷിക്കാൻ, അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷിക്കാൻ വേണ്ട ഒരു മെറ്റീരിയലും ഇല്ല എന്ന് കണ്ടെത്തി ഹർജി തള്ളി. ഞാൻ അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലെ വാദം പൂർത്തിയാക്കി ഞാനിപ്പോ അതിന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് ലക്കിലി എന്നെ സംബന്ധിച്ച് കേരളത്തോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ലക്കിലി ഞാൻ കേരളത്തോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിരിക്കുന്നു, ഇത് അഴിമതിയാണ്, ഇത് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി മറ്റൊരു ലീഗൽ പ്രൊസീഡിംഗില് SFIO എന്ന ഏജൻസി എക്സാലോജിക്കും CMRലും തമ്മിലുള്ള പണമിടപാടിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ആ കേസിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഒരു ഭരണഘടനാ കോടതിയിൽ നടത്തിയ സബ്മിഷൻ, ആ SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ ഫൈൻഡിങ്ങിന്റെ ഭാഗമായി ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ സബ്മിഷൻ ആണ് ഞാനിപ്പോ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് അടക്കം വലിയ വിശ്വാസവും ബഹുമാനവുമുള്ള പത്രം ഹിന്ദു, ഒരുപക്ഷെ എനിക്ക് ഇന്നത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ അഡീഷണൽ ആയിട്ട് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് എന്ന നിലയിൽ വെർബാറ്റം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് SFIOയ്ക്ക് വേണ്ടി SFIO റെപ്രസെന്റ് ചെയ്ത് SFIOയുടെ അഭിഭാഷകൻ ഭരണഘടനാ കോടതിയിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റിന്റെ വെർബാറ്റം അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, Monday, Amit Tiwari, representing the sender, said the money which is going from the CMRL to Exalogic is nothing but corrupt amount which is to be paid to politicians, bureaucrats and media houses. Very clear. അതായത് ഞാൻ പറഞ്ഞല്ല, ഞാൻ അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷിക്കാൻ പോലും മെറിറ്റില്ല, മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിയ ആ ട്രാൻസാക്ഷനെ സംബന്ധിച്ച് SFIO എന്ന ഈ രാജ്യത്തെ ഒരു ഔദ്യോഗിക അന്വേഷണ ഏജൻസി ഒഫീഷ്യൽ മാൻഡേറ്റ് പ്രകാരം അന്വേഷിച്ച് പറയുകയാണ്, the money which is going from the CMRL to Exalogic is nothing but corrupt amount which is to be paid to politicians, bureaucrats and media persons. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മാസപ്പടി എന്ന് പറയുന്ന അഴിമതിയാണെന്നും ഇത് അഴിമതിക്ക് വേണ്ടി നൽകിയ പണമാണെന്നും. ഫർദർ ഇത് മാത്രമല്ല, ഇത് ഇഫ് യു ലുക്ക് അറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വരുന്നുണ്ട്.
This is the statement. Okay. അത് കഴിഞ്ഞിട്ട് തിവാരി അതായത് SFIയുടെ അഭിഭാഷകൻ പറഞ്ഞ അടുത്ത വാചകമാണ്, it is not that the CMRL could not be implicated. The moment Exalogic was investigated and inquiry revealed that Exalogic and the CMRL are in connivance doing this illegal work, the impugned order for the SFIO must be justified. അതായത് എക്സാലോജിക്കും CMRLും ഗൂഢാലോചന നടത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ കോടതിക്ക് മുമ്പാകെ ഒരു അന്വേഷണ ഏജൻസി ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല, ഞാൻ ചോദിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷന് തയ്യാറാകണം ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞതിന് അത് പറ്റത്തില്ല